ചേലക്കരയിൽ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി അപകടം. സംസ്ഥാന പാതയായ കായപ്പുറം ബസ് സ്റ്റോപ്പിലാണ് അപകടം. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അപകട സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ 2 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സാനു വിശദാംശങ്ങൾ നൽകും. സാനു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അപകടത്തിൽ പരിക്കേറ്റവരെ ഇപ്പോൾ എവിടെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ഗൗതം, ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത്. ചേലക്കരയിലെ കായാമ്പൂവം ബസ് സ്റ്റോപ്പിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ കായാമ്പൂവം ഇറങ്ങി വരുന്ന സമയത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഈ സമയത്ത് ബസ്സിന്റെ നിയന്ത്രണം തെറ്റിയാണ് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രത്തോളം ഭയാനകമാണ് ആ സംഭവം എന്നുള്ളത്. ബസ് കാത്തു നിന്ന 2 പേരും അതേപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന 3 യാത്രക്കാർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ആദ്യം പരിക്കേറ്റവരെ ചേലക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ആ മഴയുള്ളത് കാരണം ബസ്സിന്റെ നിയന്ത്രണം തെറ്റിയതാണ് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറാൻ കാരണമായത്. ബസ് ഇറങ്ങി വരികയും ഇറങ്ങി വരുന്നതിനിടയിൽ ആ ബസ് കാത്തു നിൽക്കുന്നവരെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറിയിട്ടുള്ളത്. 5 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. 2 ബസ് കാത്തുനിന്നവർക്ക് ഒപ്പം തന്നെ ബസ്സിലെ യാത്രക്കാരായിരുന്ന 3 പേർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെല്ലാവരും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സാനു, ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് ഇടിച്ചു കയറിയതാണ് ഈ അപകടത്തിന്റെ കാരണം. ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. സാനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.